ഹായ്, നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ അഭിമാനമായ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ആയിട്ടുള്ള കുറച്ച് കൊടുങ്ങല്ലൂരിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴി ഇത് നമ്മുടെ നാടാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ചെറിയ കൊച്ചു സൗന്ദര്യമൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ നിറച്ച് കെട്ടുകളും അങ്ങനെ ഇവിടെ കൂടുതലും മത്സ്യത്തൊഴിലാളികൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് പൊയ്യ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള പൊയ്യ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടേത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും വെള്ളക്കെട്ട് കായലൊക്കെ ആയിട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, അതേ ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ, ഇത് നമ്മുടെ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ള മിനി കുട്ടനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഒരു അതാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, അങ്ങറ്റത്ത് അങ്ങോട്ടേക്ക് നമുക്കതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴിയല്ലേ. അപ്പോൾ നമ്മളിതാ പോവാണ്. ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടോ, നല്ല അടിപൊളിയാണ്. രണ്ട് സൈഡും ഇതേപോലെയുള്ള കായലാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും കായലാണ്. ഇപ്പം ഞാൻ ഒരു സൈഡിലെ വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലത്തെ തന്നെ വ്യൂ ആണുള്ളത് കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പുറത്തെ സൈഡ് കണ്ടോ, കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല. അതിൻ്റെ അപ്പുറത്തും ഇത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ രണ്ട് സൈഡും നിറച്ച് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മുടെ കൃഷ്ണൻകോട്ട പാലമാണ്. നമ്മുടെ പണി സിനിമയിൽ ഡോൺ സെബാസ്റ്റ്യൻ വീഴുന്ന പുഴയില്ലേ, അതാണ് കേട്ടോ. ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് വീഴുന്നൊരു സീനുണ്ടല്ലോ, ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു പാലമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിതാ കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കാരണം ഇവിടെയൊക്കെ നിറച്ച് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ കൂടുതലും അങ്ങനെയുള്ളവരുടെ ഏരിയ ആണ് ഇത് കേട്ടോ. ഇവിടെ കെട്ടുകളും മീൻകൂടുകളും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മളിതാ ടൗണിലേക്ക് കയറി. ഇവിടെയാണ് നമ്മുടെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ശിവനും പാർവതി ഒരുമിച്ചിരിക്കുന്ന പ്രതിഷ്ഠയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ ദേ വേറൊരു ഇതാണ് നമ്മുടെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ചേരമാൻ ജുമാ മസ്ജിദാണ് കേട്ടോ ഇത്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഇത്. ഇതിൻ്റെ കുറേ പോർഷൻസൊക്കെ പൊളിച്ചു, കുറച്ച് റെനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ നമ്മൾ കൊടുങ്ങല്ലൂർ എത്താറായിട്ടുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പണ്ട് തുറമുഖ പട്ടണമായിരുന്നു കേട്ടോ. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനവും ഇവിടെ തന്നെയായിരുന്നു. പല വിദേശികളും കച്ചവടത്തിനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരുന്നത്. പിന്നീട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മുടെ തുറമുഖം തകർന്ന് പിന്നെ സാമൂതിരി ആക്രമണമൊക്കെ ഉണ്ടായി. അങ്ങനെ തുറമുഖം തകർന്ന് ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു പട്ടണമായി, അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയൊക്കെ പോലത്തെ ഒരു സ്ഥലമായി മാറേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ളതായി. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി നമ്മളിപ്പോൾ. നമ്മൾ ഇതിൽ കൂടെ നമുക്ക് കയറിയത് തെക്കേ നടയായിരുന്നു. അപ്പോൾ തെക്കേ നടയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കയറാം കേട്ടോ. പക്ഷേ നമ്മൾ ഇതൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് ഓർത്ത് നമ്മളെപ്പോഴും വരുമ്പോഴും ഇതിലേക്ക് കയറാറുണ്ട്. ഇപ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് നമ്മളിതിന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. പരശുരാമൻ നിർമ്മിച്ച അമ്പലമാണത് കേട്ടോ. പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം ദാരികൻ്റെ ഉപദ്രവം ശിവനെ പ്രാർത്ഥിച്ചതിന് ശേഷം ശിവഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പരശുരാമൻ നിർമ്മിച്ചിട്ടുള്ള അമ്പലമാണ്. അവിടെ നമ്മുടെ ഭദ്രകാളീനെ അവിടെ പ്രതിഷ്ഠിക്കും. അതേപോലെ തന്നെ ദാരികനെ വധിച്ചത് ഭദ്രകാളി അമ്മയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ. എനിക്കറിയുന്ന പോലെ ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ തെക്കേ നട കഴിഞ്ഞു, പടിഞ്ഞാറേ നടയും കഴിഞ്ഞു. ഇവിടെ നമുക്കത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുവാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെയാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവുമല്ലോ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ വരാത്തവരൊക്കെ അപൂർവമായിരിക്കും. ഒരുപാട് തീർത്ഥാടകരൊക്കെ വന്ന് പോകുന്ന അമ്പലമല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. വണ്ടി നമുക്കവിടെ പാർക്ക് ചെയ്യണം. ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഉത്സവമാണ് മകരമാസത്തിൽ താലപ്പൊലി മഹോത്സവം. അപ്പോഴൊക്കെ ഇവിടെയൊക്കെ നിറച്ച് കച്ചവടക്കാരൊക്കെ ആയിരിക്കും. നമ്മളിതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇവിടെ പല ഭഗവതി ക്ഷേത്രത്തിൻ്റെയും ഒരു മൂലസ്ഥാനമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ ഒരു നമ്മൾ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുക്കുന്നില്ല, നമുക്ക് ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തെ കുറച്ച് കാഴ്ച ക്ഷേത്രപാലകൻ്റേതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം ക്ഷേത്രപാലകനെ തൊഴണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആദ്യം ക്ഷേത്രപാലകനെ തൊഴുതിന് ശേഷം അമ്പലത്തിലോട്ട് കയറിയിട്ട് തൊഴുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറാം. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല, ചില സമയത്ത് വരുമ്പോൾ നല്ല ക്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് അധികം തിരക്കില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിറങ്ങി നമ്മളിതാ ശിവൻ്റെ നടയിലോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഉള്ളിൽ ഭഗവതിയുടെ ഒപ്പം തന്നെ ശിവനും പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ ശിവൻ്റെ ഇവിടെ നിന്ന് ഇത് ശിവൻ്റെ പുറത്തുനിന്ന് ഉള്ള ശിവൻ്റെ നടയാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, താലപ്പൊലി മഹോത്സവം നടക്കാറുണ്ട്. അതേപോലെ തന്നെ മീനഭരണിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത്. മീനമാസത്തിൽ അശ്വതി ഭരണി നക്ഷത്രങ്ങളിൽ നടക്കുന്ന മീനഭരണിക്ക് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോഴൊക്കെ വരുന്നവരും കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അവിടെയാണ് നമ്മുടെ വെടിവഴിപാട് നടത്തുന്ന കൗണ്ടറാണ് കേട്ടോ അത്. പിന്നെ ഇതാ കാണുന്ന മണ്ഡപം, അവിടെ കലാസന്ധ്യകൾ, നൃത്തം, സംഗീതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മണ്ഡപമാണ് അത് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ നട തുറപ്പ് നടയടപ്പ് എന്നൊക്കെ പറയുന്നത് സമയം എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിന് 4 മണിക്ക് അമ്പലം തുറക്കും. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ചപൂജയോടുകൂടി 12 മണിക്ക് നട അടയ്ക്കും കേട്ടോ. വെള്ളി, ചൊവ്വ, ഞായർ ദിവസങ്ങളിലാണെങ്കിൽ അതൊരു 12:30 വരെ 12:30ക്ക് അടയ്ക്കുള്ളൂ. പിന്നെ നമുക്കതിന് ശേഷം തുറക്കുന്നത് 4 മണിക്കാണ്. അപ്പോൾ 4 മണിക്ക് തുറന്നതിന് ശേഷം വൈകിട്ട് 8 മണിക്ക് വീണ്ടും നട അടയ്ക്കും. അങ്ങനെ നമ്മൾ ചുറ്റി വസൂരിമാലയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് പ്രതിഷ്ഠ വരുന്നത് വസൂരിമാലയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലായിടത്തും തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.